ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഒന്ന് വളരെ മനോഹരമായ ഒരു മാർക്കറ്റ് ഡ്രിവൺ ആയിട്ടുള്ള ഒരു ഡേറ്റ ഇല്ല. ഫ്രൈഡേ ഇന്ന് വൈകുന്നേരം റിലയൻസിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. അതുപോലെ നാളെ HDFC ബാങ്ക്, ICICI ബാങ്ക് പോലുള്ള ബാങ്കുകളുടെ റിസൾട്ടും വരുന്നുണ്ട്. സോ അത് നമ്മുടെ മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യാനുള്ള ഒരു ഫോഴ്സായിട്ട് മാറിയേക്കും. സോ ഇന്നല്ല, നാളെ വൈകുന്നേരം ഡേറ്റാസ് വന്നു തുടങ്ങും. അപ്പോൾ മാർക്കറ്റ് ആ ഒരു സൈഡ് വേസ് സോണിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇന്നലെ നിങ്ങൾ നോക്കിയാലേ അറിയാം, നമ്മുടെ ഓരോ കഴിഞ്ഞ ഒരാഴ്ചത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ അറിയാം, 24,000-നും 24,240 ഇടയിൽ മാർക്കറ്റ് സ്റ്റക്കാണ്. ഓരോ പ്രാവശ്യം 24,040 ബ്രേക്ക് ചെയ്യുന്നു, 24,100, 24,240 പോയി ഹിറ്റ് ചെയ്യുന്നു, 180, 240 ഹിറ്റ് ചെയ്യുന്നു, തിരിച്ച് താഴേക്ക് വരുമ്പോൾ 180 ബ്രേക്ക് ചെയ്യുന്നു. 240 180 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 100, 24,040 ഹിറ്റ് ചെയ്യുന്നു. ഇതാണ് മാർക്കറ്റിൽ സ്ഥിരമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ലെവലിനുള്ളിൽ ട്രേഡ് ചെയ്യാൻ അറിയുന്ന ഒരു വ്യക്തിക്ക് ട്രേഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് മാർക്കറ്റിൻ്റെ ട്രേഡിംഗ് റേഞ്ച് എന്ന് പറയുക. മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യുന്ന ഫോഴ്സസ് പ്രത്യേകിച്ച് കാര്യമായിട്ട് ഇല്ല. നാളെ ആകുമ്പോഴേക്കും അത് സെറ്റാവും. അപ്പോൾ മൺഡേ ആകുമ്പോൾ നമുക്ക് മാർക്കറ്റിൽ കൃത്യമായിട്ടുള്ള ഒരു സ്വിങ് പൊസിഷൻസ് എടുക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രോബബിലിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഹോർമസിലെ പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ നിൽപ്പുണ്ട്, കൂടുന്നുമില്ല കുറയുന്നുമില്ല, പുതിയൊരു സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുവരെ നമുക്ക് സേഫാണ്, അങ്ങനെ പോട്ടെ എന്ന് വിചാരിക്കാം. സോ ലിറ്ററലി മാർക്കറ്റ് ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ സ്റ്റക്കാണ്. ആദ്യം മാർക്കറ്റ് ഈ ഒരു ഹയർ ഏരിയയിൽ സ്റ്റക്കായി നിന്നുവെങ്കിൽ, ഇപ്പോൾ മാർക്കറ്റ് ലോവർ ഏരിയയിൽ സ്റ്റക്കായി നിൽക്കുന്നു. സോ ശ്രദ്ധിക്കുക. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇപ്പോൾ ഓപ്പൺ ചെയ്യാൻ സാധ്യത എന്ന് പറയുന്നത്, കുറച്ചുകൂടെ ഒന്ന് ചാർട്ട് മാറ്റാം. ഓക്കെ, മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ സാധ്യത എന്ന് പറയുന്നത് ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ 24,080 താഴെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 24,040 ഇവിടുത്തെ സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, ഇവിടെ 24,040 സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യും. ഇൻ കേസ് അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 24,000 നോക്കാം. അതിനുശേഷം 23,920 നമുക്ക് വാച്ച് ചെയ്യാന്നുള്ളതാണ്. 920 മുതൽ 800 വരെയൊക്കെ അതിൻ്റെ ഫൈനൽ ടാർഗറ്റ്സ് ഉണ്ടാവേണ്ടതാണ്. മാർക്കറ്റ് താഴേക്ക് പോകാൻ വലിയ ഡേറ്റയൊന്നും ഇല്ല. അപ്പോൾ തിരിച്ച് പോകുമ്പോൾ സ്റ്റക്ക് ആവാനുള്ള സാധ്യത 24,140 റേഞ്ച്. അപ്പോൾ ഈ ഒരു 140 റേഞ്ചിന് മുകളിൽ മാർക്കറ്റ് കയറി വരുവാണെങ്കിൽ 200, 240, 220, 240 അവിടെ ഹിറ്റ് ചെയ്യുന്നത്. അപ്പോൾ 220 മുതൽ 240 റേഞ്ചിനുള്ളിൽ ഒരു സ്റ്റക്കായിട്ടുള്ള ഒരു റേഞ്ച്. സോ മാർക്കറ്റിൽ ഏറ്റവും സേഫറായിട്ടുള്ള ഒരു ട്രേഡ് ഇത്. മാർക്കറ്റ് സൈഡ് വേസ് മൂവ് ചെയ്യാനുള്ള ഏരിയ, ഈ ഒരു ഏരിയ മാർക്കറ്റ് വീഴുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിലേക്ക് വീഴേണ്ടതാണ്. സോ ഇതാണ് മാർക്കറ്റിൻ്റെ 3 ലെവൽസ്. ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക. ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി ആണ്. സോ ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അവിടെ ആ ഒരു ഗെയിൻ എടുക്കാൻ പറ്റുള്ളൂ. സോ അതിനനുസരിച്ചിട്ടുള്ളൊരു സിറ്റുവേഷൻ സെറ്റ് ചെയ്യും. ട്രേഡ് സേഫ്. ടേക്ക് കെയർ. ബൈ.